لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. യെസ്, ഇഖ്ലാസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ഹദീസ്, വഅൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹി അൽ അൻസാരി റളിയല്ലാഹു അൻഹുമാ, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല, മഹാൻ പറയുകയാണ്, കുന്നാ, ഞങ്ങളായിരുന്നു, മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയായിരുന്നു, ഫീ ഗസാത്തിൻ, ഒരു യുദ്ധത്തിൽ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി, തീർച്ചയായും മദീനയിലുണ്ട്, ലരിജാലൻ, ചില മനുഷ്യരുണ്ട്, ചില വ്യക്തികളുണ്ട്, തീർച്ചയായും മദീനയിൽ ചില വ്യക്തികളുണ്ട്, മാ സിർത്തും, നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ല, മസീറൻ, ഒരു ദൂരവും നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ല, വലാ ഖതഅ്തും, നിങ്ങൾ വിട്ടുകടക്കുകയും ചെയ്തിട്ടില്ല, വാദിയൻ, ഒരു പ്രദേശവും വിട്ടുകടക്കുകയും ചെയ്തിട്ടില്ല, ഇല്ലാ കാനൂ മഅക്കും, അവർ നിങ്ങളുടെ ഒപ്പമുണ്ടായിട്ടല്ലാതെ. മദീനയിൽ ചില വ്യക്തികൾ, ചില മനുഷ്യരുണ്ട്. നിങ്ങളിപ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് യുദ്ധത്തിന് പോവുകയാണ്, ഒരുപാട് ഭൂപ്രദേശം വിട്ടുകടക്കുകയാണ്. നിങ്ങൾ വിട്ടുകടക്കുന്നതിനോട് കൂടെ, നിങ്ങൾ സഞ്ചരിക്കുന്നതിനോട് കൂടെ അവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഹബസഹും, അവരെ തടഞ്ഞു വെച്ചതെന്താണെന്നറിയുമോ? ഹബസഹും, അവരെ തടഞ്ഞു വെച്ചു, അൽ മറളു, രോഗം തടഞ്ഞു വെച്ചു. രോഗം കൊണ്ടാണ് അവർ വരാത്തത്. അപ്പോ നിങ്ങൾക്ക് രോഗമില്ല, നിങ്ങൾക്ക് യുദ്ധം ചെയ്ത, അതുപോലെ ഇസ്ലാമിക പ്രചരണത്തിന് പങ്കാളികളായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അവർ അതിൽ വരാതിരുന്നത് രോഗം കാരണമായിട്ടാണ്. രോഗമില്ലാതിരുന്നുവെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഇല്ലാ ശറകൂക്കും, അവർ പങ്കുകാരായിട്ടല്ലാതെ, ഫിൽ അജ്രി, പ്രതിഫലത്തിൽ, നിങ്ങളുടെ കൂടെ പ്രതിഫലത്തിൽ അവർ കൂടിയുണ്ട്, അവർക്കും ആ പ്രതിഫലം കിട്ടും. അവർ കാരണത്തോടു കൂടെ രോഗമായതുകൊണ്ട് യുദ്ധത്തിന് വരാതിരുന്നതാണ്, നിങ്ങളുടെ കൂടെ യാത്ര തിരിക്കാതിരുന്നതാണ്, അതുകൊണ്ട് അവർക്കും കിട്ടും. അവരുടെ മനസ്സിൽ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സമരത്തിന് പുറപ്പെടണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ രോഗം കാരണം അവർക്കതിന് സാധിച്ചില്ല. ഇതുപോലെ നമ്മളും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരണം. ചിലപ്പോൾ ചില അസുഖങ്ങൾ കാരണം, ചില പ്രയാസങ്ങൾ കാരണം, ചില തടസ്സങ്ങൾ കാരണം നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് അതിയായ ആഗ്രഹമുണ്ടായതുകൊണ്ട് ആ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്കും നൽകും. അതാണ് നമ്മൾ ഈ ഹദീസിൽ പഠിക്കേണ്ടത്. വറവാഹുൽ ബുഖാരിയു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു,
അൻ അനസിൻ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റജഅന, ഞങ്ങൾ മടങ്ങി വരികയാണ്, മിൻ ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ നിന്നും ഞങ്ങൾ മടങ്ങി വരികയായിരുന്നു. മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തബൂക്ക് യുദ്ധത്തിൽ നിന്നും ഞങ്ങൾ മടങ്ങി വരികയായിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അഖ്വാമൻ, തീർച്ചയായും ചില വിഭാഗം ആളുകൾ, തീർച്ചയായും ചില വിഭാഗം ആളുകൾ, ഖൽഫന, നമുക്ക് പിറകിൽ, ബിൽ മദീനത്തി, മദീനയിലുള്ള ചില ആളുകൾ, തീർച്ചയായും മദീനയിൽ നാം പിറകിലാക്കിയ, വിട്ടുപോന്ന കുറച്ചാളുകളുണ്ട്, മദീനയിലുണ്ട്. മാ സലക്ന, നാം പ്രവേശിച്ചിട്ടില്ല. നബി തങ്ങൾ പറയാം, മാ സലക്ന, നാം പ്രവേശിച്ചിട്ടില്ല, ശിഅബൻ, ഒരു ശിഅബും, ശിഅബ് എന്ന് പറഞ്ഞാൽ രണ്ട് മലകൾക്ക് ഇടയിലുള്ള ഇടുങ്ങിയ വഴി, ആ ഇടുങ്ങിയ വഴിയിലൂടെ നാം പ്രവേശിച്ചിട്ടില്ല. വലാ വാദിയൻ, ഒരു സ്ഥലവും ഒരു താഴ്വരയും നാം വിട്ടുകടന്നിട്ടില്ല. ഇല്ലാ വഹും മഅന, അവരും പ്രതിഫലത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. പ്രതിഫലത്തിൽ അവർക്കും കിട്ടും. ഹബസഹുമുൽ ഉദുറു, അവർക്ക് പ്രതിബന്ധം അവരെ തടഞ്ഞു വെച്ചു, തടസ്സം അവർക്ക് തടഞ്ഞു വെച്ചു. അത് ഈ ഹദീസിൽ നേരത്തെ പറഞ്ഞ മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ വന്ന അതിൻ്റെ ആശയം തന്നെയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് നമ്മോടൊപ്പം വന്ന് പങ്കെടുത്ത പ്രതിഫലം അവർക്കും ലഭിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്ലിയർ അല്ലേ? 1 2 3 യെസ്. അഞ്ചാമത്തെ ഹദീസ്, വഅൻ അബി യസീദ മഅൻ ഇബ്നു യസീദിൻ അൽ അഖ്നസി റളിയല്ലാഹു അൻഹും, മഅന്, യസീദ്, അഖ്നസ്, മൂന്ന് പേരും സ്വഹാബിമാരാണ്. വഹുവ, അദ്ദേഹവും, വ അബൂഹു, അദ്ദേഹത്തിൻ്റെ പിതാവും, വ ജദ്ദു, അദ്ദേഹത്തിൻ്റെ വല്യുപ്പയും, സ്വഹാബിയൂൻ, സ്വഹാബിമാരാണ്. അവരുടെ കുടുംബം നോക്ക്, എത്ര വലിയ ബർക്കത്തുള്ള കുടുംബമാണ്. വാപ്പയും മകനും വല്യുപ്പയും സ്വഹാബികളാണ്. അതുകൊണ്ട് റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞു. ഖാല, മഅൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അബീ, എൻ്റെ, കാന അബി യസീദു, എൻ്റെ വാപ്പയായ യസീദ് ആയിരുന്നു, അഖ്റജ ദനാനീറ, ദീനാറുകളെ, കുറച്ച് ദീനാറുകളെ അദ്ദേഹം എടുത്തുവെച്ചു, യതസദ്ദഖു ബിഹാ, ആ ദീനാറുകളെ കൊണ്ട് സ്വതക്ക ചെയ്യാൻ വേണ്ടി എൻ്റെ പിതാവ് യസീദ് കുറച്ച് ദീനാറുകൾ പുറത്തെടുത്തു. ഫവളഅഹാ, എന്നിട്ട് ആ ദീനാറിനെ വെച്ചു. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങൾ, അതിനെ വെച്ചു. എവിടെ വെച്ചു? ഇൻദ റജുലിൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ ഒരാളുടെ അരികിൽ കൊണ്ടുവച്ചു. പള്ളിയിൽ ഒരാൾ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സമീപത്ത് വാപ്പ യസീദ് എന്നവർ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് സ്വതക്ക ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവച്ചു. ഫജിഉത്തു, അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്നു. ഫഅഖദ്തുഹാ, ഞാൻ ആ നാണയങ്ങളെ എടുത്തു.
എന്നിട്ട് ബിഹ, ഞാൻ എൻ്റെ ഉപ്പാക്കത് കൊണ്ടുപോയി കൊടുത്തു. ഞാനതെടുത്ത് വാപ്പാൻ്റെ അടുത്ത് ചെന്നു, ഞാൻ ഉപ്പാക്ക് കൊടുത്തു. ഫഖാല, അപ്പോൾ ഉപ്പ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ ഇയ്യാക അറത്തു, ഞാൻ നിനക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. മാ ഇയ്യാക അറത്തു, നിനക്ക് നൽകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നീ എന്തിനാ അത് എടുത്തു കൊണ്ടുവന്നു എന്നുള്ളത്. ഫഹാസംതുഹു, അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പയുമായുള്ള പ്രശ്നം അവതരിപ്പിച്ചു. ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞാൻ തർക്കമുന്നയിച്ചു. ഞാനും ബാപ്പയും തമ്മിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞു. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലക്കമാ നവൈത യാ യസീദു, യസീദേ, നീ ഉദ്ദേശിച്ചത് നിനക്ക് കിട്ടും, നിനക്കു ലഭിക്കും. നീ സ്വതക്ക ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, അതിൻ്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും. വലക്ക, നിനക്ക് കിട്ടും, മാ അഖൽത യാ മഅനൂ, നീ എടുത്തത് നിനക്കും കിട്ടും. അപ്പോൾ വാപ്പ സ്വതക്ക ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായി വാപ്പ സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിനുവേണ്ടി കൊണ്ടുപോയി വെച്ചു. അത് സ്വതക്കയുടെ പ്രതിഫലം ആ നിയ്യത്തോടുകൂടെ കിട്ടി. ഇനിയോ മകൻ എടുത്തു, സ്വതക്ക സ്വീകരിക്കാൻ അർഹരായ ഒരാളാണ് മകൻ. അപ്പം അതെടുത്ത മകന് അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ മകനത് സ്വീകരിച്ചിട്ട് വാപ്പാക്ക് തന്നെ കൊടുത്തു. മകന് കിട്ടി, സന്തോഷം, വാപ്പ കൊടുക്കാൻ. മകന് കിട്ടിയത് മകനും കിട്ടിയ, മകനെടുത്തത് മകന് ഉടമസ്ഥത ഉണ്ടാകുമെങ്കിൽ അത് മകന് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാൻ, അത് വാപ്പാക്ക് കൊടുത്തു. റവാഹുൽ ബുഖാരിയു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ആറാമത്തെ. വഅൻ സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ആരാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു? അഹദിൽ അശറത്തിൽ മശ്ഹൂദി ലഹും ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കപ്പെട്ട 10 പേരുണ്ട്, അതിൽപ്പെട്ട ഒരാളാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റളിയല്ലാഹു അൻഹും ഖാല, അദ്ദേഹം പറയുകയാണ്, ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, യഊദുനി, എന്നെ സന്ദർശിക്കാൻ വന്നു, ആമ ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇന്റെ സമയം, ഹജ്ജത്തുൽ വദാഇന്റെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നു. മിൻ വജ്ഇൻ ഇസ്തദ്ദ ബി, അതികഠിനമായ ഒരു വേദനയിലായിരുന്നു ഞാൻ, അതികഠിനമായ രോഗത്തിലായിരുന്നു ഞാൻ. ശക്തമായ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നെ സന്ദർശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു.
ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇന്നി, തീർച്ചയായും ഞാൻ, ഖദ് ബലഗ ബി, എനിക്കെത്തിയിരിക്കുന്നു, മിനൽ വജഇ, രോഗത്തിനാൽ, മാത്തറ, നിങ്ങൾ കാണുന്ന, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, എനിക്ക് കഠിനമായ രോഗം പിടിപെട്ടിരിക്കുന്നു. വ അന ധൂമാലിൻ, ഞാൻ വളരെ സമ്പന്നനാണ്, എനിക്കൊരുപാട് മുതലുണ്ട്. വലാ യരുഹുനി, എനിക്ക് അനന്തരമായി ആരുമില്ല, ഇല്ല ബിനത്തുല്ലി, എനിക്കൊരു പെൺകുട്ടിയല്ലാതെ. അനന്തരാവകാശിയായുള്ളത് ഒരു പെൺകുട്ടി മാത്രമാണ്. എനിക്കൊരുപാട് മുതലുമുണ്ട്, ഞാൻ അതികഠിനമായ രോഗത്തിലാണ്. അഫ അത്തസദ്ദഖു, ഞാൻ സ്വതക്ക ചെയ്യട്ടെ നബിയെ, ബിസുലുസൈ മാലി, എൻ്റെ മുതലിലെ 2/3 കൊണ്ടും, 2/3 കൊണ്ടും ഞാൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഞാൻ സ്വതക്ക ചെയ്തോട്ടെ നബിയേ എന്ന് ചോദിച്ചു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ, പറ്റില്ല. ഖുൽതു, അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, ഫശ്ശതുറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, പകുതി നൽകട്ടെയോ, ഞാൻ പകുതി കൊടുക്കട്ടെ ചോദിച്ചു. ഫഖാല ലാ, അതും പറ്റില്ല. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഫസ്സുലുസു യാ റസൂലല്ലാഹ്, എന്നാൽ 1/3 ഞാൻ സ്വതക്ക നൽകട്ടെയോ. ഞാൻ വീണ്ടും ചോദിച്ചു, 1/3 ചെയ്യട്ടെ. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സുലുസു, 1/3 ചെയ്തോ, വസ്സുലുസു കസീറുൻ, അത് തന്നെ 1/3 തന്നെ ധാരാളമാണ്, വലിയ സ്വതക്കയാണ്. ഔ കബീറുൻ, വലിയതാണ്, ധാരാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതൊരു അഭിപ്രായം. ഒന്നിരിക്കും കബീർ എന്നാണോ കസീർ എന്നാണോ, ഇവിടെ ഒരു സംശയമുണ്ട് റാവിക്ക്. രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ഉപയോഗിച്ച പദം കസീർ എന്നാണോ കബീർ എന്നാണോ, ഇത്രയും സൂക്ഷ്മത കൊണ്ട് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ 1/3 ആവാം, 1/3 തന്നെ ധാരാളമാണ്. ഇന്നക്ക, ഇനി കാരണം പറയണത് എന്താ, 2/3 അല്ലെങ്കിൽ ഫുള്ള് അല്ലെങ്കിൽ പകുതി കൊണ്ട് സ്വതക്ക ചെയ്യണ്ട എന്ന് പറയാൻ കാരണം എന്താ? ഇന്നക്ക, തീർച്ചയായും നീ, അൻതദറ, നീ ഉപേക്ഷിക്കൽ, വറസത്തക്ക, നിന്റെ അനന്തരാവകാശികളെ ഉപേക്ഷിക്കൽ, അഗ്നിയ, ആ സമ്പന്നരായി നീ ഉപേക്ഷിച്ചു വിട്ടുപോകൽ. അദ്ദേഹം മരണം ആസന്നമായ ഒരു രോഗമായിരുന്നു. പറയാണ്, നിന്റെ അനന്തരാവകാശികളെ അവർക്ക് സമ്പന്നരായ അവസ്ഥയിൽ നീ വിട്ടുപിരിഞ്ഞു പോകൽ, ഖൈറുൻ, അത് ഏറ്റവും ഉത്തമമാണ്. എന്തിനേക്കാൾ, മിൻ അൻതദറഹും, നിങ്ങൾ അവരെ വിട്ടുപോകുന്നതിനേക്കാൾ, ആലത്തൻ, ദരിദ്രരാക്കി വിട്ടുപോകുന്നതിനേക്കാൾ. വാപ്പാക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, വാപ്പ ഒരുപാട് സ്വതക്ക ചെയ്തു, ഞങ്ങളിപ്പോൾ പട്ടിണിയിലാണ്, ഞങ്ങൾ പ്രയാസത്തിലാണ്. യതകഫഫൂനന്നാസ, ജനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന രൂപം, ജനങ്ങളോട് കൈകാണിക്കുന്ന, ജനങ്ങളെ ആശ്രയിച്ച് നടക്കുന്ന ഒരു രൂപത്തിൽ തൻ്റെ അനന്തരാവകാശികളെ നിങ്ങൾ വിട്ടുപിരിഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് സമ്പന്നരായി അവരെ നിങ്ങൾ വിട്ടുപിരിയലാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? തുടരുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നീ, ലൻ തുൻഫിക, നീ ഒന്നും ചിലവഴിക്കുന്നില്ല, നഫഖത്തൻ,
ഒരു ചിലവും നീ ഒരിക്കലും ചിലവഴിക്കുകയില്ല. തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വസ്തുവിനെയും നീ ചെലവാക്കുകയില്ല. ഇല്ലാ ഉജിർത അലൈഹാ, അതിൻ്റെ മേൽ നിനക്ക് പ്രതിഫലം നൽകപ്പെട്ടിട്ടല്ലാതെ. അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചു നീ ചെലവഴിക്കുന്ന ഏതൊരു വിഷയത്തിനും നിനക്ക് പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും. ഏതുവരെ? ഹത്താ തജ്അലു, ഹത്താ മാ തജ്അലു ഫീ ഫിംറഅതിക, നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്നതുവരെ. നിന്റെ ഭാര്യക്ക് ഭക്ഷണമായി വായിൽ വെച്ചു കൊടുക്കുന്നത് വരെ, അതൊക്കെ നീ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഖാല, സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഉഖല്ലഫു, ഞാൻ ഇവിടെ തന്നെ തങ്ങേണ്ടതുണ്ടോ? ഞാൻ ഇവിടെ പിന്തിപ്പിക്കപ്പെടുമോ? ബഅദ അസ്ഹാബി, എൻ്റെ കൂട്ടുകാരൊക്കെ പോയതിന് ശേഷവും. മക്കയിലാണല്ലോ, മക്കയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ നിന്ന് പോയിട്ടും ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരുമോ? എൻ്റെ രോഗം കഠിനമാണല്ലോ, എനിക്ക് യാത്ര ചെയ്യാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരുമോ? ഞാനിവിടെ പിന്തിപ്പിക്കപ്പെടുമോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നക, തീർച്ചയായും നീ, ലൻ തുഖല്ലഫ, നീ ഒരിക്കലും പിന്തിപ്പിക്കപ്പെടുകയില്ല. ഫതഅമല അമലൻ തബ്തഗി ബിഹി വജ്ഹല്ലാഹി ഇല്ലസ്തദ്ത ബിഹി ദറജതൻ വരിഫഅതൻ. നീ പിന്തിപ്പിക്കപ്പെടൂല, എന്നിട്ട് നീ, അതായത് ഇവിടെ നിന്ന് നീ പോവും. ഫതഅമല, എന്നിട്ട് നീ അമല് ചെയ്യും. അമലൻ, ഒരു പ്രവർത്തനം നീ പ്രവർത്തിക്കും. തബ്തഗി ബിഹി, അതുകൊണ്ട് നീ ആഗ്രഹിക്കുകയും ചെയ്യും. വജ്ഹല്ലാഹ്, അല്ലാഹുവിൻ്റെ പൊരുത്തം. ഇല്ലസ്ദത്ത ബിഹി, അതുകൊണ്ട് നീ വർദ്ധിച്ചിട്ടല്ലാതെ. ദറജതൻ, സ്ഥാനവും, വരിഫഅതൻ, പദവിയും, സ്ഥാനവും ഉയർച്ചയും നിനക്ക് വർദ്ധിച്ചിട്ടല്ലാതെ നീ പിന്തിപ്പിക്കപ്പെടുകയില്ല. അതായത് നിനക്ക് പോകാം. ഇനി പറയാം, എന്നിരിക്കും അങ്ങനെ ആവാം, നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞേക്കും. അങ്ങനെ നീ മക്ക വിട്ടുപോയി, എന്നിട്ട് നീ നല്ല പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ആത്മാർത്ഥമായി നീ പ്രവർത്തിക്കുന്നു. അങ്ങനെ ചെയ്താൽ നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വളരെ സ്ഥാനവും മാനവും ഉയർച്ചയും വളർച്ചയും നിനക്ക് ലഭിക്കും. അത് വർദ്ധിപ്പിച്ചു നൽകും. വലഅല്ലക അൻ തുഖല്ലഫ, ഒരു പക്ഷേ നീ ആയേക്കാം, അൻ തുഖല്ലഫ, നീ പിന്തിപ്പിക്കപ്പെട്ടേക്കാം, നീ പിന്തിപ്പിക്കപ്പെട്ടേക്കാം. ഹത്താ യന്തഫിഅ ബിക അഖ്വാമുൻ, അങ്ങനെ നീ പിന്തിപ്പിക്കപ്പെടുമ്പോൾ നിന്നെ കൊണ്ട് ചില ആളുകൾക്ക് സന്തോഷം ഉണ്ടായേക്കാം, ഉപകാരമുണ്ടായേക്കാം. വയുളറു ബിക ആഖറൂൻ, മറ്റ് ചിലർക്ക് പ്രയാസവും ഉണ്ടായേക്കാം. അപ്പോൾ ചിലർക്കത് ഉപകരിക്കും, ചിലർക്കത് വിഷമം, താങ്കൾ കാരണം വിഷമൊക്കെ ഉണ്ടാവും.
അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, അതുകൊണ്ട് നമുക്ക് അതിനുള്ള മെച്ചം കിട്ടും. അപ്പോൾ നോക്ക്, ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരൂല എന്ന് പറയാൻ കാരണം, നീ ഇവിടെ നിൽക്കാതെ മദീനയിലേക്ക് തിരിച്ചുപോയി അവിടുന്ന് പ്രതിഫലങ്ങളും കാര്യങ്ങളൊക്കെ നന്മകളൊക്കെ ചെയ്ത് വളരെ ഉയർന്ന സ്ഥാനം നിനക്ക് എത്താൻ കഴിയും. അത് ഇവിടെ നിന്നാൽ തന്നെ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിന്നാൽ തന്നെ, ഇനി അഥവാ നിൽക്കേണ്ടി വന്നാൽ തന്നെ നിനക്ക് മദീനയിൽ പോയി സുഹൃതങ്ങൾ ഒരുപാട് ചെയ്യുന്ന പ്രതിഫലം കിട്ടും. ആ മദീനയിൽ പോയി ഒരുപാട് സുഹൃതം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വളർച്ചയും എല്ലാം ലഭിക്കും. കേൾക്കുന്നില്ലേ? ഓക്കെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, അംലി, നീ പൂർത്തീകരിക്കണം, ലി അസ്ഹാബി, എൻ്റെ സ്വഹാബിമാർക്ക് നീ പൂർത്തീകരിച്ചു കൊടുക്കണം, ഹിജ്റത്തഹും, അവരുടെ ഹിജ്റ പൂർത്തീകരിച്ചു കൊടുക്കണം, അതിൻ്റെ പ്രതിഫലം കൊടുക്കണം, ഹിജ്റ പോയ പ്രതിഫലം കൊടുക്കണം. വലാ തറുദ്ദഹും, നീ അവരെ മടക്കരുത്, അലാ അഅഖാബിഹിം, അവരുടെ പിറകിൽ, അവരുടെ പിന്നോട്ട് നിങ്ങൾ മടക്കരുത്, നീ മടക്കരുത് അല്ലാഹുവേ. അതായത് പ്രതിഫലം കൊടുക്കാതെ അവരെ നഷ്ടത്തിലാക്കരുതേ എന്ന് പറയാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അംലി, നീ പൂർത്തീകരിച്ചു കൊടുക്കണം, നടപ്പിൽ വരുത്തി കൊടുക്കണം, ലി അസ്ഹാബി, എൻ്റെ അനുചരന്മാർക്ക്, ഹിജ്റത്തുഹും, അവരുടെ ഹിജ്റകൾ പൂർത്തീകരിച്ചു കൊടുക്കണം. വലാ തറുദ്ദഹും, അവരെ നീ മടക്കരുത്, അലാ അഅഖാബിഹിം, അവരുടെ പിറകോട്ട്, അവരുടെ മടമ്പുകളുടെ മേൽ മടക്കരുത്, അവർ നടന്ന വഴിയിൽ മടക്കരുത്, അവനെ തിരിച്ചിങ്ങോട്ട് നീ മടക്കി കൊണ്ടുപോകരുത്, എന്ന പ്രതിഫലം നൽകാതിരിക്കരുത്. ലാക്കിൻ അൽ ബാഇസു സഅദ് ഇബ്നു ഖൗല, പക്ഷേ അൽ ബാഇസു, ക്ഷീണിതനായ സഅദ് ഇബ്നു ഖൗല, സഅദ് ഇബ്നു ഖൗല ക്ഷീണിതനായ ഒരാളാണ്, ക്ഷീണിച്ചിരിക്കുന്നു. സഅദ് ഇബ്നു ഖൗല എന്തായിട്ടുണ്ട്? നല്ല ക്ഷീണമുണ്ട്, മദീനയിലേക്ക് തിരിച്ച് എത്താൻ കഴിയില്ല. റഫാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുശോചനമറിയിച്ചു, മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ആരുടെ മരണത്തിൽ? നമ്മുടെ സഅദ് ഇബ്നു ഖൗല റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിൽ. കാരണം മാത്ത, അദ്ദേഹം മരണപ്പെട്ടു, ബിമക്കത്ത, മക്കയിൽ വെച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് ക്ഷീണമുള്ള
സഅദ് ബിൻ ഖൗല ക്ഷീണിതനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മദീനയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്നൊരു സൂചനയാണ്. മക്കയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടും എന്ന ഒരു സൂചന, ഒരു മുന്നറിയിപ്പായിരുന്നു, ഒരു അനുശോചനം അറിയിക്കലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ചില ആളുകൾ ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതാണല്ലോ, പിന്നെ മക്കയിലേക്ക് ഹജ്ജത്തുൽ വദായിനും ഫത്ഹും ഉണ്ടായപ്പോൾ തിരിച്ചു വന്ന് വിജയം വിജയിച്ചു. പിന്നെ മക്കയിൽ തന്നെ അദ്ദേഹത്തിന് നിൽക്കേണ്ടി വന്നു. മദീനയിലേക്ക് പിന്നെ പോവുകയാണെങ്കിൽ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം കിട്ടുമായിരുന്നു. നബി തങ്ങളുടെ കൂടെ അവിടെ സന്തോഷത്തോടു കൂടെ. പക്ഷേ അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. അപ്പോൾ ഹിജ്റയുടെ പൂർണ്ണമായ പ്രതിഫലം ക്ഷീണിതനായി ഈ മക്കയിൽ നിൽക്കേണ്ടി വന്ന, മക്കയിൽ വെച്ച് മരണപ്പെട്ട സഅദ് ബിൻ ഖൗല എന്ന് പറഞ്ഞാൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനും കിട്ടും എന്നാണ് ഈ ഹദീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. മദീനയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഹിജ്റ പൂർണ്ണമാവുക. പക്ഷെ മദീനയിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു, ഇഖ്ലാസോടുകൂടെ അതിതീവ്രമായി താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല. രോഗം തടഞ്ഞു, പ്രയാസമുണ്ടായി, ക്ഷീണമുണ്ടായി. അപ്പോഴും പോയ പ്രതിഫലം, മദീനയിലേക്ക് തിരിച്ചു പോയ പ്രതിഫലം, അവിടെ വെച്ച് ചെയ്യുന്ന സുഹൃതങ്ങളുടെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്.